ആത്മവിചാരം ഇല്ലാതെ കിടന്നേ അരുളി ഉണർച്ച ഭവാൻ. ആത്മവിചാരം ഇല്ലാതെ കിടന്നേ അരുളി ഉണർച്ച ഭവാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തുതി സ്തുതി നിനക്ക് എന്നും ചൊല്ലിടുവേ. ചുമടൊഴിച്ചു രക്ഷ തന്നവനെ സ്തുതി സ്തുതി നിനക്ക്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 29 സങ്കീർത്തനം 10 വാക്യം. യഹോവ ജലപ്രളയത്തിനു മീതെ ഇരുന്നു, യഹോവ എന്നേക്കും രാജാവായി ഇരിക്കുന്നു. ഈ വാക്യം ദൈവത്തിൻ്റെ ശക്തിയെയും അധികാരത്തെയും നമ്മൾ ഉണർത്തുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലെ മഹാപ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവൻ ഭൂമിയെ ന്യായം വിധിക്കുകയും പിന്നീട് വെള്ളത്തിന്മേൽ വാഴുകയും ചെയ്തു. കർത്താവ് എന്നേക്കും രാജാവായി സിംഹാസനസ്ഥനായിരിക്കുന്നു എന്ന പ്രഖ്യാപനം ദൈവത്തിൻ്റെ നിത്യവാഴ്ചയെയും പ്രകൃതി ലോകത്തിലും അവൻ്റെ ജനത്തിൻ്റെ ജീവിതത്തിലും എല്ലാറ്റിൻ്റെയും ആത്യന്തിക ഭരണാധികാരി എന്ന നിലയിലുള്ള അവൻ്റെ പങ്കിനെയും കാണിക്കുന്നു. കുഴപ്പങ്ങളുടെയും നാശങ്ങളുടെയും സമയങ്ങളിൽ പോലും ദൈവം നിയന്ത്രണത്തിലാണെന്നും അവൻ തൻ്റെ ജനത്തിന് ശക്തിയുടെയും സമാധാനത്തിൻ്റെയും ഉറവിടമാണെന്നും ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയ സ്നേഹിതരെ, ജീവിതത്തിലെ കൊടുങ്കാറ്റുകളും വെല്ലുവിളികളും ഉൾപ്പെടെ എല്ലാറ്റിനും മീതെ ദൈവം പരമാധികാരിയാണെന്നും നമ്മുടെ ജീവിതത്തിൽ സമാധാനവും ശക്തിയും നൽകുവാൻ അവന് കഴിയുമെന്നും വിശ്വസിക്കുമ്പോൾ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ആശ്വാസവും പ്രത്യാശയും കണ്ടെത്തുവാൻ നമുക്ക് കഴിയും. പ്രാർത്ഥിക്കാം. കർത്താവേ, സകലത്തെ നിയന്ത്രിക്കുന്ന നിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുവാനുള്ള കൃപ ഈ നാളുകളിൽ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.